കിനാവിൽ നിന്റെ ഓർമ്മകൾ നിലാവു പെയ്യും ഓർമ്മകൾ നിറഞ്ഞിടുന്നൊരെന്റെ ജീവിത സഖിയേ സഖിയേ നീയില്ലാതെ കനലായി നീറും നീ ജന്മം സഖിയേ സഖിയേ വേനൽ കരയിൽ വെന്തുരുകുന്നു എൻ ജന്മം. ഹലോ ജിയ, മിന്നു. ഓ അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലല്ലേ? ഡീ ഞാൻ മതി, നീ ഒന്നും പറയണ്ടേ. ഇനി മര്യാദക്ക് നിന്റെ അഡ്രസ് അയച്ചതാ, ഞാൻ അങ്ങോട്ട് വരാം. നീ എവിടെയാ ഉള്ളത്? ഞാൻ ചേട്ടനെ കൂടി ഇവിടെ ടൗണിൽ വന്നതാ, ചേട്ടനൊരു ആവശ്യത്തിന് വേണ്ടി. ഞാൻ കൂടെ വന്നത് നിന്നെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു. അവിടെ പോയപ്പോ ഇല്ല, നീ അവിടുന്ന് മാറിയിട്ട് വർഷങ്ങളായി എന്ന് അറിയുന്നത്. തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാ ബാലമാഷിനെ കണ്ടത്. മാഷിന്റെ കയ്യിൽ നിന്നാണ് എന്റെ ഇപ്പോഴുള്ള നമ്പർ കിട്ടിയത്. ഡീ ഞാൻ ലൊക്കേഷൻ അയക്കാം. നീ വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. യെസ്, ഐ ആം കമ്മിങ്. ലിസ, എനിക്കിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അതാരാ? മിന്നു, എൻ്റെ ചെറുപ്പം തൊട്ടുള്ള കൂട്ടാ. ഞങ്ങൾ ഒന്നിച്ചാണ് കളിച്ചതും വളർന്നതും എല്ലാം. സത്യം പറഞ്ഞ അവൾ എനിക്കൊരു കൂടപ്പിറപ്പിനെ പോലെയാണ്. ഓ, പക്ഷെ നീ ഇതുവരെ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ പറ്റി പറയുന്ന കേട്ടില്ലല്ലോ. എവിടെയായിരുന്നു മിന്നു ഇത്രയും കാലം? മാരേജ് കഴിഞ്ഞു പോയതാണോ? അല്ലടാ, സത്യം പറഞ്ഞ ഞാൻ അവളെയും മാറ്റി നിർത്തിയത് തന്നെയാണ്. എൻ്റെ ഈ അവസ്ഥ അവൾ അറിയണ്ടെന്ന് കരുതി. കോളേജ് പഠിക്കുന്ന സമയം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നതൊക്കെ. അവൾക്കൊരു ചേട്ടൻ കൂടിയുണ്ട്. ഓർഫനേജിലാണ് വളർന്നെങ്കിലും അവർക്ക് കുടുംബപരമായ കുറച്ച് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ പേരിലേക്ക് വരുമായിരുന്നുള്ളൂ. അങ്ങനെ അവളുടെ ചേട്ടൻ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് പോയി. ഡിഗ്രി കഴിഞ്ഞ ശേഷം അവളും ചേട്ടൻ്റെ അടുക്കലേക്ക് പോയി. എനിക്ക് ഇവിടെ വെച്ചുചേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ എന്നെ അത്ര നിർബന്ധിച്ചില്ല കൂടെ പോവാൻ. ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവളുടെ ചേട്ടൻ റെഡിയാക്കി തന്ന ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. വിച്ചുവേട്ടൻ ആരാ? അതാണോ യുവർ ബേബി ഡാഡി? ആ അതെ. So I guess after that you broke up with him, right? അങ്ങനെയും പറയാം. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞ ശേഷം അവിടെ നിന്ന് താമസം മാറി ഇപ്പോൾ അടുത്തേക്ക് വന്നു. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. വിച്ചുവേട്ടനെ നീ എങ്ങനെയാ പരിചയപ്പെടുന്നത്? ഞങ്ങളുടെ ഓർഫനേജിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് പലപ്പോഴും വരുമായിരുന്ന ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ ഒരുതരം ആരാധനയായിരുന്നു. അവരോട് മാത്രമല്ല, ആ കുടുംബത്തോട് തന്നെ. പിന്നീട് എനിക്കും മിന്നുവിനും സ്കോളർഷിപ്പ് കിട്ടിയത് കൊണ്ട് ഒരു നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ഞാൻ ഫസ്റ്റ് ഇയർ പോയപ്പോൾ ആ ചേട്ടൻ ഫൈനൽ ഇയർ ഉണ്ടായിരുന്നു. ആകാശത്തുള്ള നക്ഷത്രത്തെ നോക്കിക്കാണുന്ന പ്രതീതിയാണ് എനിക്ക് വിച്ചുവേട്ടനെ കാണാൻ. മിന്നുവിന് പിന്നെ കോളേജിൽ നിന്ന് സെക്കൻഡ് ഇയർ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറേ റാഗിങ് ഒക്കെ കിട്ടിയിരുന്നു. അതിൽ ഒരു മെയിൻ ആളായി ഉണ്ടായിരുന്നത് വിച്ചുവേട്ടൻ്റെ ഒരു കസിൻ ചേച്ചിയായിരുന്നു. വിച്ചുവേട്ടൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ മോളാണെന്നാണ് കേട്ടത്. മിന്നുവിന് വേണ്ടി അവരോട് ചോദിക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ അവരുടെ ടാർഗറ്റ് ഞാനായി. അങ്ങനെയാണ് ഞാൻ വിച്ചുവേട്ടനോട് ആദ്യമായി സംസാരിക്കുന്നത്. പക്ഷേ അതൊരു നല്ല രീതിയിലല്ലായിരുന്നു എന്ന് മാത്രം. അതിനുശേഷം പിന്നെ ഒരു ദിവസം ഒഴിയാതെ എന്നെ വിളിച്ച് എന്തെങ്കിലും പണി തരുമായിരുന്നു. പിന്നെ ഒരിക്കൽ ഞാൻ പനി വന്നിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്തു. പക്ഷെ അതിൻ്റെ 2ാമത്തെ ദിവസം തന്നെ വിച്ചുവേട്ടൻ ഞങ്ങളുടെ ഫ്ലാറ്റ് തപ്പിപ്പിടിച്ച് വന്നു. എന്നെ കാണാനായിട്ടൊരു സമാധാനമില്ല എന്നായിരുന്നു പറഞ്ഞത്. പിറ്റേന്നും വന്നു. അതിനുശേഷം ഞാൻ കോളേജിൽ പോയപ്പോൾ വേറെ തന്നെ ഒരു വിച്ചുവേട്ടനായിരുന്നു ഞാൻ കണ്ടത്. എന്നെ വേറെ ആരെങ്കിലും ഒക്കെ റാഗ് ചെയ്യാനോ മറ്റോ വന്നാൽ എന്നെയും കൂട്ടി അവിടെ നിന്ന് പോകും. അങ്ങനെ പിന്നെ വിച്ചുവേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. പക്ഷേ വിച്ചുവേട്ടൻ്റെ ആ കസിൻ ചേച്ചിക്ക് ഇതൊന്നും ഇഷ്ടാവുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വീക്സ് കഴിഞ്ഞപ്പോൾ വിച്ചുവേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം റിജക്റ്റ് ചെയ്തു. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ആഗ്രഹിക്കാൻ അർഹതയില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ. പിന്നെ എന്തുണ്ടായി? വിച്ചുവേട്ടൻ എന്നെ വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. പലതും പറഞ്ഞു പിറകെ വരും.
ദിവസം ഞാൻ ചോദിച്ചു, എന്തിനാ എൻ്റെ പിറകെ വരുന്നേ? എനിക്കറിയാം നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടി വെറുതെ കള്ളം പറയുന്നതാണെന്ന്. അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടമല്ലാത്തതെന്ന് പറയണം. ഇഷ്ടമല്ലാന്ന് വെച്ചാൽ ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. അതിന് വേറെ കാരണങ്ങളൊന്നുമില്ല. കാരണം അറിയാതെ ഞാൻ പോകില്ല. ഓക്കെ, കാരണം അറിഞ്ഞാൽ പോകുമോ? ആലോചിക്കാം. എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ്. ഗേൾസിന്റെ യൂഷ്വൽ റീസൺ. ഞാൻ സത്യ പറഞ്ഞത്. എന്നാ പ്രൂഫ് വേണം. പ്രൂഫ് ഓക്കെ, ഞാൻ തരാം. ഞാൻ കോൾ ചെയ്ത് തന്ന വിശ്വാസാവോ? ഓക്കെ, കോളി. ജിയ മെനുവിന്റെ ബ്രദർ ഹരിയെ കോൾ ചെയ്തു. ഹലോ ജിയ, എന്താ വിളിച്ചതടാ? ഹലോ ഹരിയേട്ടാ, നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതൊന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ. ഇവിടെ എന്തൊക്കെയായി പറയുന്നേ? ഇനി നമ്പർ വല്ലതും മാറിപ്പോയോ? ഫോൺ ഇങ്ങോട്ട് താ. ജിയ ഫോൺ കൊടുത്തു. ഹലോ ഹരി, നിങ്ങളും ചെയ്യാൻ എത്ര കാലമായി ഇഷ്ടത്തില്ല? എന്തായാലും ജിയുടെ കൂടെ നിൽക്കാം. ഞങ്ങൾ ഇപ്പോ 2 years ആയിട്ടുണ്ട് ഇഷ്ടത്തിലായിട്ട്. അത് കേട്ടതോടെ ടെവിന്റെ മുഖമൊക്കെ വല്ലാതെയായി. അവൻ ഫോൺ കൊടുത്തിട്ട് പെട്ടെന്ന് പോയി. അത് കണ്ടപ്പോൾ ജിയക്കും ഒരു വിഷമം തോന്നി മനസ്സിൽ. എടീ, നീ എന്താ നീ ഇഷ്ടത്തിലാണെന്നൊക്കെ ആരോടോ പറഞ്ഞെന്ന് കേട്ടു. ഓ, ഹരിയേട്ടൻ പറഞ്ഞോ? എന്തേ, പറയാൻ പാടില്ലേ? ആരോടാ നീ അങ്ങനെ കള്ളം പറഞ്ഞത്? അത് ടെവിനേട്ടനോടാ. വായിച്ചിയ എന്താന്ന് നിനക്കറിയില്ലേ? ടെവിനേട്ടന്റെ പൊസിഷൻ എന്താ, എന്റെ പൊസിഷൻ എന്താ? നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയും വലിയ കോടീശ്വര കുടുംബത്തിലേക്ക് എന്നെ പോലൊരു പെണ്ണിനെ അംഗീകരിക്കുമെന്ന്? അതുകൊണ്ട് മുളയിലേ നുള്ളുന്നത് ബുദ്ധി. വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഒഴിവാക്കാം പിന്നീട്. അതൊക്കെ ശരി തന്നെ, പക്ഷെ ജിയ ഒരു പക്ഷേ ഇല്ല, ഇതാണ് ശരി. പിന്നെ ഞാൻ കേട്ടു ഏട്ടന്റെയും ആ ചേച്ചിയുടെയും മാരേജ് ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചതാണെന്ന്. അത് അവർക്ക് ബുദ്ധിയില്ലാത്ത സമയത്ത് അച്ഛനമ്മമാർ ചെയ്തതായിരിക്കില്ലേ? ടെവിനേട്ടനും ആ ചേച്ചിയോ ഇഷ്ടമാണെങ്കിൽ പിന്നെ നിന്റെ പിറകെ നടക്കുമായിരുന്നോ? ഇതൊക്കെ ക്യാഷുകാർ പിള്ളേരുടെ ടൈം പാസ് ആണെങ്കിലോ? ടെവിനേട്ടന് അങ്ങനെ ഒരാളാണെന്ന് തോന്നിയിട്ടില്ല. എന്തായാലും നീ നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്താൽ മതി. അതത്രേ ഉള്ളൂ. പിറ്റേന്ന് ജിയ കോളേജിൽ ടെവിനെ നോക്കിയെങ്കിലും കാണാനായില്ല. എന്നും പിറകെ നടക്കുന്ന ആൾ പെട്ടെന്ന് അത് നിർത്തിയപ്പോൾ അവൾക്ക് വല്ലാതെ മിസ്സിംഗ് പോലെ തോന്നി. അതിന്റെ അടുത്ത ദിവസം ടെവിൻ കോളേജിൽ വന്നില്ല. ജിയക്ക് ആകെ വല്ലാതെയായി. അവൾ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ ഇരുന്നു. വൈകുന്നേരം പോകാൻ നേരമാണ് ടെവിന്റെ ഫ്രണ്ട് ജിത്തുവിനെ കണ്ടത്. ജിയ ഓടിപ്പോയി ജിത്തുവിനോട് ടെവിന്റെ കാര്യം തിരക്കി. അവന്റെ കാര്യമൊന്നും പറയാത്തതാ നല്ലത്. പെട്ടെന്ന് എന്ത് പറ്റിയതാണെന്നറിയില്ല. മിനിഞ്ഞാന്ന് രാത്രി അവനെ കാണുന്നില്ലെന്ന് പറഞ്ഞു ആന്റി വിളിച്ചു. അവസാനം കിട്ടിയത് ഒരു ബാറിൽ നിന്നാണ്, 4 കാലിൽ. ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടു. പിറ്റേന്ന് അതിന്റെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് എണീറ്റത് ഉച്ചക്കാണ് പോലും. അതാ ഇങ്ങോട്ട് കാണാനത്. പിന്നെ ഇന്ന് എന്ത് പറ്റിയതാണെന്നറിയില്ല, പോയി നോക്കണം. അല്ല, നിനക്കെന്തിനാ അവനെ? ഒന്നുമില്ല, കാണാനപ്പോ ചോദിച്ചതാ. ഓ, പിറ്റേന്ന് ടെവിൻ കോളേജിലേക്ക് വന്നു. ജിയ മിണ്ടാൻ പോയപ്പോഴേക്കും ടെവിൻ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോയി. ജിയക്ക് അതൊരു വല്ലാത്ത വിഷമമായി തോന്നി. അതിൽ പിന്നെ ടെവിൻ ജിയയെ മൈൻഡ് ആക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെയായി. ടെവിന്റെ മൗനവും ആകരണയും ജിയക്ക് സഹിക്കാൻ പറ്റാതെ തോന്നി. ഒരു ദിവസം ഈവനിങ് ജിയ ടെവിനെ പിടിച്ചു നിർത്തി. ടെവിൻ ജിയയുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്നോട് എന്താ മിണ്ടാത്തത്? മൈൻഡ് ആക്കുന്നില്ലല്ലോ. ഞാൻ മിണ്ടുന്നതായിരുന്നല്ലോ നിന്റെ പ്രോബ്ലം. നീയല്ലേ എന്നോട് പോകാൻ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഞാൻ പോയപ്പോ അതും പ്രശ്നമാണോ? ഐ എം സോറി എന്തിന്? ഫോർ എവറിത്തിങ്. ഞാൻ പറഞ്ഞത് കള്ളായിരുന്നു. ഓ, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
ടെവിയുടെ പ്ലീസ്. വേറൊന്നും പറയാനില്ലെങ്കിൽ എനിക്ക് തിരക്കൊണ്ട് പോകണം. ടെവിൻ പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും ജിയ അവനെ വലിച്ചു നിർത്തി കിസ് ചെയ്തു. തീരെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ടെവിൻ കിളി പോയ പോലെ നിന്നു കുറച്ചു സമയത്തേക്ക്. എന്തായിരുന്നു അത്? I love you. What? I love you, ടെവിനേട്ടാ. അതും പറഞ്ഞുകൊണ്ട് ജിയ അവിടെ നിന്ന്